ബൈബിളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിയാണ് എസ്തർ എന്ന് പറയുന്ന വനിത. ചെറിയ പ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതുകൊണ്ട് മൊർദെഖായി എന്ന് പറയുന്ന തൻ്റെ ബന്ധുവാണ് ഈ എസ്തറിനെ വളർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജ്ഞി പദത്തിലേക്ക് വരുവാൻ ഒരവസരം ലഭിക്കുന്നു എന്നറിഞ്ഞ് മൊർദെഖായി അതിനുവേണ്ടി എസ്തേറിനെയും തയ്യാറാക്കിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ യഹൂദ ജനതയെ മുഴുവൻ കൊന്നൊടുക്കുവാനുള്ള പദ്ധതികൾ തയ്യാർ ചെയ്യുകയാണ്. ഇവിടെ എസ്തേറിന് വേണ്ട നിർദ്ദേശങ്ങൾ മൊർദെഖായി കൊടുക്കുകയാണ്. കാരണം മൊർദെഖായി പറയുന്നു, എസ്തേറെ, ഈ സമയത്ത് നീ പ്രവർത്തിച്ചേ മതിയാകത്തുള്ളൂ, നീ ആ രാജകൊട്ടാരത്തിലേക്ക് എത്തിയേ മതിയാകത്തുള്ളൂ, നിനക്ക് ആ രാജ്ഞിപദത്തിലേക്ക് എത്താൻ കഴിയും. അങ്ങനെ വന്നാൽ യഹൂദ ജനതയ്ക്ക് ഒരു രക്ഷയാകും. ഇല്ലെങ്കിൽ യഹൂദനും മറ്റൊരു സ്ഥലത്തുനിന്ന് രക്ഷ വരും, പക്ഷെ നീയും നിന്റെ പ്രതിഭവനവും നഷ്ടപ്പെട്ടു പോകും. ജീവൻ മരണ പോരാട്ടത്തിൽ എസ്തേർ ഒരു ഡെഡിക്കേഷനിൽ ഇറങ്ങിത്തിരിക്കുന്നു. എന്തായിരുന്നു എസ്തേറിന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ കാരണങ്ങൾ, വിജയത്തിന്റെ കാരണങ്ങൾ? ഷീ വാസ് ഡിപ്പെൻഡിങ് ഓൺ ഗോഡ്. ദൈവത്തിൽ ആശ്രയിക്കാനുള്ള വലിയ തീരുമാനം. താൻ രാജസന്നിധിയിലേക്ക് പോകുമ്പോൾ തൻ്റെ ജനതയോട് പറയുന്നു, നിങ്ങൾ 3 ദിവസം പ്രാർത്ഥിക്കുക, ഉപവാസത്തോടിരിക്കുക. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രമേ തനിക്ക് ഈ പദവിയിലേക്ക് വരുവാൻ കഴിയുള്ളൂ എന്നത് എനിക്കറിയായിരുന്നു. നാം എപ്പോഴും തിരിച്ചറിയണം, നമ്മുടെ വിജയങ്ങളെല്ലാം ദൈവത്തിൽ അധിഷ്ഠിതമാണ്. നാം വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ തന്നെ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ചില ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ ദേ ഡോണ്ട് ബിലീവ്. അവർ വിശ്വസിക്കുന്നത് കുറവാണ്, അല്ലെങ്കിൽ വിശ്വാസമില്ല എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതൽ വിശ്വസിക്കാനും ദൈവസന്നിധിയിൽ കൂടുതൽ ആശ്രയിക്കാനും കഴിയുമ്പോഴാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയുന്നത്. അവൾക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, വളരെ ആത്മവിശ്വാസവും ധൈര്യവും. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം മാത്രമല്ല, രാജകൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ഈവൻ രാജാവിൻ്റെ ആ പെർമിഷൻ ഇല്ലാതെ അകത്ത് കയറിയാൽ രാജാവ് കൊന്നുകളയാൻ സാധ്യതയുള്ളത് രാജാവ് തന്നെ അവിടെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അവൾ പറയുക, മരിക്കുന്നെങ്കിൽ ഞാൻ മരിക്കട്ടെ, ജീവനെ പോലും തള്ളിക്കളഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുക. സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തിയിട്ട് സ്വന്തം ജനതയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുക. അതുതന്നെയാണല്ലോ കർത്താവ് ചെയ്തത്. നമ്മെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവനെയാണ് യേശു കാൽവരിയിൽ കൊടുത്തത്. എസ്തേർ തൻ്റെ ജനതയ്ക്ക് വേണ്ടി ജീവനെ പോലും നഷ്ടപ്പെടുത്താൻ തയ്യാറായി. പക്ഷേ താൻ മരിക്കേണ്ടി വന്നില്ല. താൻ രാജസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ രാജാവിൻ്റെ ചെങ്കോൽ തനിക്ക് നേരെ നീട്ടപ്പെടുകയാണ്. എസ്തേറിൻ്റെ ആ പ്രശ്നങ്ങൾ, ആ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകുകയാണ്. അപ്പം ആ ഒരു ആത്മവിശ്വാസം, ആ ഒരു ധൈര്യം, അതിനേക്കാളെല്ലാം ഉപരിയായി തൻ്റെ ജീവിതത്തിൽ തന്നെ വളർത്തിക്കൊണ്ടുവന്ന മൊർദെഖായി പറയുന്നത് കേൾക്കാനും അനുസരിക്കാനുമുള്ള വിധേയത്വം. എല്ലാ സമയത്തും നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങളുടെ സ്പിരിച്വൽ മെൻറ്റേഴ്സ് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു അനുഗ്രഹമാണ്. അത് പാസ്റ്റേഴ്സ് ആയിരിക്കും, ദൈവദാസന്മാരായിരിക്കും, അച്ഛന്മാരായിരിക്കും. നിങ്ങളെ സ്പിരിച്വലി ഗൈഡ് ചെയ്യുന്ന ആളുകൾ പറയുന്ന അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും. പ്രശ്നങ്ങളും പ്രതിസന്ധിയും വരുമ്പം നമ്മൾ മറ്റു പലരെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഗൈഡ് ചെയ്യും. ഒപ്പം നമുക്കുള്ള സ്പിരിച്വൽ മെൻറ്റേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യും. ഒരുപക്ഷെ നിങ്ങളുടെ സ്പിരിച്വൽ മെൻറ്റർ നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള നിങ്ങളുടെ ഭർത്താവായിരിക്കാം, നിങ്ങളുടെ ഭാര്യയായിരിക്കാം, ആത്മീകമായി നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന മറ്റാരെങ്കിലുമൊക്കെ ആകാം. അവരുടെ വാക്കുകൾ നിങ്ങൾ കേട്ടാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. പ്രശ്നങ്ങൾ കലുഷിതമാകുമ്പോഴും മൊർദെഖായി അവിടെ പറയുകയാണ്, നിനക്ക് കഴിയും, നീ മുൻപോട്ട് പോകണം, നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതെ, ആ വാക്കുകളെ അനുസരിക്കാനുള്ള മനസ്സാണ് എസ്തറിൻ്റെ ജീവിതത്തിലെ വിജയം. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധിയും വരുമ്പോഴും ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മുടെ ചുറ്റും നശിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ചില ആളുകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ, പ്രാർത്ഥിക്കാൻ, ചിലരെ കർത്താവിലേക്ക് നയിക്കാൻ, ചിലരെ ദൈവസഭയിലേക്ക് കൊണ്ടുപോകാൻ, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഒപ്പം ആശ്വസിപ്പിക്കാൻ, ചിലരോട് പറയാൻ, നിരാശപ്പെടേണ്ട ധൈര്യത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. അപ്പം നമുക്ക് ഈ എസ്തറിനെ പോലെ ധൈര്യത്തോടെ ദൈവം പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിൽ മുന്നേറാം. ഏത് വിഷയമാണോ നിങ്ങൾ ദിവസം വെച്ചിരിക്കുന്നത് അതിനുവേണ്ടി ദൈവം പ്രവർത്തിക്കും. മൊർദെഖായിക്കും തൻ്റെ കൂടെയുള്ളവർക്കും വേണ്ടി കഴുകുമരം ഒരുക്കിയ ഹാമാൻ അതേ കഴുകുമരത്തിൽ തൂക്കപ്പെടുകയാണ്. നമുക്കെതിരെ ശത്രുക്കൾ പ്രതിസന്ധി പ്രശ്നങ്ങളുമായി വരുമ്പോൾ നിശ്ചയമായിട്ട് ഓർത്തോണം, ശത്രു നമ്മളെ ജയിക്കത്തില്ല. ജയം നമ്മുടെ കൂടെയാണ്. നമ്മുടെ സഹോദരങ്ങൾ അല്ലെ നമ്മുടെ സ്നേഹിതർ അവർ നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് അവരോട് നമ്മൾ നിരാശപ്പെട്ടും പിണക്കത്തിലും ഇരിക്കേണ്ട കാര്യമില്ല. പിശാച് അവരെ ഒരു സമയത്തേക്ക് നമുക്കെതിരെ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പകയും പിണക്കും വെച്ചുകൊണ്ടിരിക്കേണ്ട, മറിച്ച് പറയണം, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട്. അതെ, നമുക്കെതിരെ ഉയരുന്ന യാതൊന്നും ഫലിക്കത്തില്ല. മന്ത്രവാദം ഫലിക്കത്തില്ല, മറ്റുള്ളവരുടെ വാക്കുകൾ ഫലിക്കത്തില്ല, ശാപവാക്ക് ഫലിക്കത്തില്ല. കാരണം കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ ദിവസം പ്രത്യാശയോടെ ധൈര്യത്തോടെ മുൻപോട്ട് പോകാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അതെ, എസ്തേറിന്റെ ദൈവം നമ്മുടെ കൂടെയുണ്ട്.